പാലയിൽ അവിശ്വാസ പ്രമേയ നീക്കവുമായി LDF അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് കളക്ടർക്ക് നൽകും. കോൺഗ്രസ് ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങളുള്ള. ഷിനോജ്, ഏത് നിലയിലാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് അടക്കം എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങളും നീക്കങ്ങളുമാണ് പാലയിൽ സംഭവിക്കുന്നത്? രതീഷെ, കഴിഞ്ഞ കുറച്ച് നാളുകളെ പ്രത്യേകിച്ച് ഒരു മാസത്തിലധികമായി പാലായിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ പലതരത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അതിലേറ്റവും ഒടുവിലായി പറയേണ്ടത് പുളിക്കക്കണ്ട കുടുംബത്തിലെ പ്രത്യേകിച്ച് UDF-ലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾ കോൺഗ്രസ് കൗൺസിലർമാർക്കും ഈ പുളിക്കക്കണ്ട കുടുംബത്തിലെ കൗൺസിലർമാർക്കും ഒത്തുപോകാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ കഴിഞ്ഞ ദിവസങ്ങൾ പരസ്യമായി തന്നെ ഇത്തരത്തിൽ പ്രമേയത്തിലൂടെയൊക്കെ തന്നെ പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഈ ഭരണപക്ഷത്തെ തർക്കം മുതലാക്കാൻ LDF ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രമേയവുമായി അവിശ്വാസ പ്രമേയമായി മുന്നിട്ട് വരുന്നത്. ഇന്ന് തന്നെ കളക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് ഒരു അവിശ്വാസ പ്രമേയം നൽകും, അതിന് നോട്ടീസ് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDF-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് കൗൺസിലർമാർ 6 കോൺഗ്രസ് കൗൺസിലർമാരാണുള്ളത്. ഈ 6 പേരും തങ്ങൾക്കൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ഭരണപക്ഷത്തുള്ള ഒരു തർക്കം അത് മുതലാക്കാൻ തന്നെയാണ് LDF-ന്റെ തീരുമാനം. LDF എന്ന് പറയുമ്പോൾ 10 കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൗൺസിലർമാരാണ്, 2 CPM സ്വതന്ത്രമായി ജനിച്ച കൗൺസിലർമാരാണ്. അങ്ങനെ ആകെ 12 കൗൺസിലർമാരാണ് LDF-ന്റെ ഭാഗത്തുള്ളത്. UDF-നാകട്ടെ 14 പേരും. ഈ 12 പേരിൽ 10 പേര് കേരള കോൺഗ്രസിനൊപ്പം ഉള്ള ആളുകളാണ്, ജയിച്ചു വന്ന കൗൺസിലർമാരാണ്. അതായത് സംസ്ഥാനത്ത് കേരള കോൺഗ്രസ് എം കോൺഗ്രസിനൊപ്പം കൈ കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ രാഷ്ട്രീയ ചോദ്യം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതിന് തൊട്ട് മുൻപ്, അതായത് 2020 തെരഞ്ഞെടുപ്പ് സമയത്താണ് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് കേരള കോൺഗ്രസ് എം UDF-ൽ നിന്ന് LDF-ലേക്ക് പോകുന്നത്. വീണ്ടും പാലായിൽ വെച്ച് തന്നെ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് കൈ കൊടുക്കാൻ കേരള കോൺഗ്രസ് എം തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരള കോൺഗ്രസ് എം കോൺഗ്രസിന് വീണ്ടും കൈ കൊടുക്കുമോ? രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമോ? ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് നൽകിയത്.